ഹലോ, വെൽക്കം ടു റനാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ ഒരു 1 വീക്കിലുള്ള തിരക്കാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ കുറേ ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ വഴിയേ പറഞ്ഞതാണ്. അപ്പോൾ അത് കാരണം വീഡിയോ കുറച്ച് ലേറ്റായി. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബട്ടർ സ്കോച്ച് കേക്കിന് ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഇന്ന് ഉമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഈവനിങ് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ടൈം ലേറ്റായിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന്. പിന്നെ ബാക്കി ഡെക്കറേഷനൊക്കെ വന്നിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെയ്ത് വെക്കുകയാണ്. ഞാൻ ബട്ടർ സ്കോച്ച് ഇതാട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ പ്രലൈന് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൽ. അപ്പോൾ ഈ ഒരു അധികം കടിക്കണില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പക്ഷെ എക്സ്ട്രാ ബദാം ഇതിൽ പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വെക്കാറുള്ളത് എപ്പോഴും വെക്കാറുള്ളത് താഴത്തെ ലെയർ കേക്കാണ്. പിന്നെ വെക്കുന്നത് നമ്മൾ ഒരു കേക്കിനെ 3 ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലുള്ള കേക്കിൻ്റെ പീസ് വെക്കുന്നത് ഞാൻ ഏറ്റവും മുകളിലാണ് വെച്ച് കൊടുക്കാറ് കേട്ടോ. ഇത് താഴത്തെ കേക്കാണിത്. പിന്നെ 1/2 kg-ൻ്റെ 2 കേക്കാണ് കേട്ടോ എനിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ 1 kg-യിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ബട്ടർ സ്കോച്ച് കേക്കിന് സാധാരണ നമ്മളെ ഷുഗർ സിറപ്പിൽ ബട്ടർ സ്കോച്ച് സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാനത് ആഡ് ചെയ്യണില്ല. എനിക്ക് എന്തോ ഒരു ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഒരു ഓവർ കുത്തലൊക്കെ പോലെ തോന്നി. ഞാനത് ആഡ് ചെയ്യില്ല. പിന്നെ ഈ കാരമൽ സോസ് ഉണ്ടല്ലോ, ബാക്കി ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ചിട്ട് ബ്രെഡിലൊക്കെ ആഡ് ചെയ്തിട്ടോ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ കാരമൽ സോസ് ഇപ്പോൾ ബട്ടർ സ്കോച്ചിനെ വേണമെങ്കിൽ കുറച്ച് കളറ് ഒന്നും കൂടെ ഡാർക്ക് ആക്കണമെങ്കിൽ ക്രീമിൽ കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോയും ഓറഞ്ചും കൂടെ ആഡ് ചെയ്താൽ മതി. പക്ഷെ കളറ് ഞാൻ ആഡ് ചെയ്യലില്ല. മാക്സിമം എനിക്കും കളറിനോട് വലിയ ഇഷ്ടമില്ല. പക്ഷെ ചില തീം കേക്കിന് നമുക്ക് കളറ് വേണ്ടി വരും. എഡിബിൾ കളറാണ് എന്തായാലും യൂസ് ചെയ്യുക. എന്നാലും എനിക്ക് എപ്പോഴും ഇഷ്ടം എങ്ങനെ അറിയോ, നമ്മൾ കളറൊന്നും ചെയ്യാത്ത ഒരു സിമ്പിൾ. എനിക്ക് പൊതുവേ ക്രീമിനോട് ഇപ്പോൾ വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്കിഷ്ടം ചോക്ലേറ്റ് കേക്ക് ഇല്ലല്ലോ, നമ്മൾ സാധാ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്, ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്, അത് ചോക്ലേറ്റിൻ്റെ ഒക്കെ കേട്ടോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഓരോ ടൈമിനനുസരിച്ച് ടേസ്റ്റൊക്കെ മാറിക്കൊണ്ടിരിക്കണം, അത് വേറൊരു കാര്യമാണ്. ഞാനിങ്ങനെ ലൈവ് വോയിസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ സെറ്റിങ്സ് ഒന്നുമില്ല, ലൈവായിട്ട് തന്നെ വോയിസ് എടുക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഇൻഷാല്ലാ അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരണം എന്നുണ്ട്. അങ്ങനെ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ നമ്മളൊരു 9:30 ആയപ്പോൾ എത്തി. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത്, ആദ്യം നമ്മൾ ഈ ഡോക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ENT ഡോക്ടർ, സൗമ്യ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. നല്ല ഡോക്ടറായിരുന്നു. അത് എന്താ പറയുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ ചോദിക്കാതെ തന്നെ. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അവിടെ വീണ്ടും ഒന്ന് നെക്സ്റ്റ് വീക്ക് മൻ്റെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു, മരുന്നൊക്കെ തന്നിട്ട്. അങ്ങനെ വന്നു. ഇന്നാണ് നമുക്ക് സർജറി ഡേറ്റ് തരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ സർജറിക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ എടുത്തു. പിന്നെ മെഡിസെപ്പിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു സെക്ഷനിക്ക് വന്നിട്ട് നമ്മളതൊക്കെ ഫില്ല് ചെയ്തു. ഇനി എന്താ അമ്മൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അമ്മൻ്റെ ചെവിൻ്റെ ഉള്ളിലെ പാട ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലിനൊക്കെ ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർജറി നിർബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. അതിങ്ങനെ കാലം വെക്കും തോറും അത് കുറച്ചും കൂടെ ഡേഞ്ചർ ആവുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനുണ്ടായത് കേട്ടോ സർജറി. അങ്ങനെ അവിടുന്ന് ബാക്കിയുള്ള ചെക്കപ്പിൻ്റെ ഒക്കെ ലിസ്റ്റ് വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി ഡോക്ടറെ അടുത്തേക്ക് വന്നു. പിന്നെ നമ്മളവിടെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഡേറ്റ് എടുത്തു. പിറ്റേ ദിവസത്തേക്കാട്ടോ ഡേറ്റ് ഒക്കെ എടുത്തത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ബോഡി ചെക്കപ്പിന് ഞാനും ഉമ്മയും പോയതായിരുന്നു, അതിൻ്റെ ഒരു 2 വീക്ക് മുന്നേ. അപ്പോൾ അന്നാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സംഭവം ഉണ്ട്, ഡേഞ്ചർ ആണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അങ്ങനെ എന്തായാലും കഴിഞ്ഞ്
ടെസ്റ്റിന് വീണ്ടും എഴുതി. നമുക്ക് നാളെ സർജറി ഇല്ലേ, അതിൻ്റെ ഒരു ടെസ്റ്റ്. അപ്പോൾ അതും ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു അവിടെ. അത് കഴിഞ്ഞ് ക്യാൻറ്റീനിക്ക് വന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചു. ഇവിടുത്തെ നൂഡിൽസും ഫ്രൈഡ് റൈസാണ് പിന്നെയും ഏറ്റവും ഇഷ്ടമായി തോന്നിയത്. അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തു, ബാക്കി പാർസൽ ചെയ്തു. കാരണം നെന്നൂന് ഭയങ്കര ഇഷ്ടമാണിത്. അത് ബാക്കിയുള്ള നെന്നൂന് പാർസൽ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി അന്ന് മോർണിംഗിൽ ചെയ്ത നമ്മുടെ കേക്കിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്ത് ഫ്രോസ്റ്റ് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്ത് പിന്നെ അന്ന് ഡിസൈനൊക്കെ ചെയ്യാണ് കേട്ടോ. രാത്രി ഏകദേശം അന്ന് തന്നെ ഉറങ്ങിയപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉണ്ടല്ലോ നമ്മളെ നൈനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്നും എന്താ പറയുക എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഓപ്പറേഷൻ വേണം നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞതോടുകൂടി ആ ഒരു വീക്ക് പിന്നെ ഉള്ള ഒഴിവിൽ എനിക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് വരല്ലേ ചെയ്യാണ്ടായിരുന്നു. അപ്പം നന്നൂന് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഒരു കേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതാണ് പിറ്റേ ദിവസമല്ലേ. അപ്പോൾ ഇത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിച്ചു. കാരണം പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകാൻ പോകേണ്ടത് 9 o'clock അവിടെ എത്തണം. അപ്പോഴേക്ക് ഞാൻ ഇതൊക്കെ ഫിനിഷ് ആക്കിയെടുത്ത് പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. കപ്പ് കേക്കിനുള്ളതും കൂടെ പാക്കൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് കപ്പ് കേക്കൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ കേക്ക് കപ്പ് കേക്കിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയത്. ശരിക്കും ഒരു കേക്കിൻ്റെ സ്പഞ്ച് വെച്ചിട്ടല്ല കപ്പ് കേക്ക് ഉണ്ടാകുക. പക്ഷെ റേറ്റ് നമ്മൾ കസ്റ്റമർത് നോക്കി പറയുമ്പോൾ ഈ ഒരു റേറ്റിലേ ഒക്കുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ശരിക്കുള്ള കപ്പ് കേക്ക് അത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ അത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ ഈ ഒരു ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ആനിമൽസിൻ്റെ പിക്ക് എടുത്തിട്ട് വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തു. ഒരു ആനിമൽസിൻ്റെ ടോപ്പർ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ ഫോണ്ടൻ്റ് കൊണ്ട് പേരും എഴുതിയിട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ എന്തെങ്കിലും ഡെക്കറേഷനുള്ള ഒരു ടോപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വാങ്ങി വെക്കും. കണ്ടാൽ ഏതെങ്കിലും ദൂര യാത്രയിലൊക്കെ ഞാനിങ്ങനെ കേക്ക് ഷോപ്പ് കണ്ടാലൊന്ന് കയറി നോക്കിയിട്ട് ഇങ്ങനെയുള്ള എനിക്ക് പോകുന്ന കാര്യങ്ങൾ ഞാൻ വാങ്ങി വെക്കും. ഒരുമിച്ച് എല്ലാം കൂടെ വാങ്ങി വെച്ചിട്ട് ഒരിക്കലും പ്രാക്ടിക്കലായി നടക്കൂല. നമുക്ക് എന്താണോ പോകുന്നത് അത് വാങ്ങി വെക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കേക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടുത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഒരു 9 o'clock എത്താൻ പറഞ്ഞത്. പക്ഷെ ഒന്ന് ലേറ്റായിട്ട്, എന്നാലും 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഇതിൻ്റെ മുന്നായിട്ട് രാവിലെ മോർണിംഗിൽ 2 കുട്ടികളെ സർജറിയും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മൻ്റെ വാർഡിലേക്ക് അവർ മാറ്റി. അവിടുന്ന് കൊടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മനെ സർജറിക്ക് കൊണ്ടുപോയി. സർജറി ഒക്കെ കഴിഞ്ഞ് രാത്രി അപ്പൊ മോൾട്ടി നമുക്ക് കേക്ക് കാക്കി മോൾട്ടി കേക്ക് കൊണ്ടുവന്നേ. നെയ്നുവിന്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് ഇതെന്താ മുട്ടായി ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. നെയ്നുവിന്റെ ബർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേ. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ തെറ്റിക്കിടക്കുകയാണ്. ഇവർ രണ്ടുപേരും നൈനും കച്ചറ കൂടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവളെ കൊണ്ടുപോയിട്ട് കാക്ക കുറച്ച് ഒരു 2 പ്ലം കേക്കും സാധനങ്ങളൊക്കെ വാങ്ങി. അവളെ ബർത്ത്ഡേ അല്ലേ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഉമ്മൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഉമ്മനെ കണ്ട് എല്ലാം ക്ലിയറായി ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിലൊരു സന്തോഷം നമുക്കുണ്ടല്ലോ. അങ്ങനെ ഇവളെ കൊണ്ടുപോയിട്ട് ഒരു പ്ലം കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് കട്ട് ചെയ്യാം, എന്തായാലും ബർത്ത്ഡേ അല്ലേ എന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത്. കുറച്ച് മുട്ടായി, അധികം മുട്ടായികളും ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം ഇങ്ങനത്തൊന്നും വാങ്ങില്ല, പക്ഷെ എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ. പിന്നെ നൈനുവിന് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22 എൻ്റെ ബർത്ത്ഡേ ആണ്, കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടല്ലോ പിന്നെ മുറിക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഒഴിവിട്ടിട്ടില്ല. പിന്നെ ബാപ്പു വന്ന് ഞങ്ങളൊക്കെ കേക്ക് കട്ട് ചെയ്തു.
എവിടെ പാത്രം ആശുപത്രിയിൽ നിന്നാണ്ട് അങ്ങനെ ഈ കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കി ശീലമുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ടേസ്റ്റ് എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച് സംസാരിച്ച് ഉമ്മ എപ്പോഴും റൂമിൽ എത്തിയിട്ടില്ല. ഏകദേശം എത്തിയപ്പോൾ 11 മണിയൊക്കെ ആയിക്കണേ. ആ ടൈമിലൊക്കെ എത്തിയത്. എന്തായാലും അൽഹംദുലില്ലാ അത് നല്ല രീതിയിൽ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പിറ്റേ ദിവസമാണ് എത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പെൻഡിങ്ങിലുള്ള കേക്ക് ഓർഡർ എടുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഒരു കളറിലുള്ള പിങ്ക് കളറ്, നോർമൽ പിങ്ക് അല്ല, ഒരു പിങ്ക് കളറും അതിൻ്റെ ലൈറ്റ് കളറും കൂടെ മുകളിലാക്കി കൊടുത്തിട്ട് ഞാനൊരു പാലറ്റ് നൈഫ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഈ ഒരു ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്, എപ്പോഴും ആർക്കും ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു പ്രത്യേക ഡിസൈനാണ് കേട്ടോ ഇതും നമ്മളെ കേക്കിലുണ്ടാക്കിയ കപ്പ് കേക്കായിരുന്നു. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കുറച്ച് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ക്രീം ചെയ്തെടുത്തത്. അങ്ങനെ ഈ ഒരു കേക്ക് മാത്രം കഴിക്കുമ്പോൾ ഒരു മുട്ടൻ്റെ ചൊയ അധികമില്ല, എന്നാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട് ചെറുതായിട്ട്. പക്ഷെ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗണാഷ് ആഡ് ചെയ്യുന്നത്. പിന്നെ സിറപ്പ് ഒഴിക്കുന്നില്ലാതെ നല്ലത് എനിക്ക് ഈ ഗണാഷ് ആഡ് ചെയ്യുന്നത് തോന്നി കേട്ടോ. അതിൻ്റെ മുകളിൽ റോസ് നോസിൽ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തു. മുകളിൽ കുറച്ച് ഗോൾഡ് പേൾസും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ എയർ ടൈറ്റ് ഡബ്ബയിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ എപ്പോഴാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പോൾ കപ്പ് കേക്കിൻ്റെ ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷന് പിറ്റേ ദിവസമാണ്. അപ്പോൾ അതിലേക്ക് അവർ പറഞ്ഞിട്ടുള്ളത് ബോൾസും ഫ്ലവേഴ്സും. ഈ ഒരു കളറിലാണ് ബോൾസ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സും ഈ ഒരു ടൈപ്പാണ് വേണ്ടത് പറഞ്ഞപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഡെക്കറേഷൻ കേട്ടോ. കപ്പ് കേക്കിൽ പിന്നെ ഗോൾഡ് കളറിലുള്ള ഫോയിലും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അത് ഇതേപോലെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഷീറ്റൊക്കെ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഒരു കപ്പ് കേക്ക് അതിൻ്റെ ഉള്ളിൽ കപ്പ് കേക്കിൻ്റെ ബോക്സിലാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ കസ്റ്റമർ വരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അവർ വരുന്ന സമയത്താണ് കേട്ടോ ഞാനത് കൊടുക്കാറാണ്. അപ്പോൾ ഇത് നമ്മൾ അധികം നമുക്ക് വരാറ് ഹോം ഡെലിവറിയാണ്. പക്ഷേ ഇത് അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പാക്കാക്കി അതിൻ്റെ മുകളിൽ ലോഗൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബൗളാണ് കേട്ടോ. എപ്പോഴും ഞാൻ കേക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാറില്ല, എൻ്റെ അടുത്ത് അധികം ഒന്നും സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമ്മൾ കുറച്ച് ലുക്കായിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും ചെടി വെക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ബൗളൊക്കെയാണ് വെക്കാറുള്ളത്. ഈ ചെടി വെക്കുന്നതിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഫ്ലവർ മാറ്റി കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ പ്രൈസിൻ്റെ ആണ്, പക്ഷെ കാണാൻ എന്തോ ഒരു ക്യൂട്ടായി തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയാണ്. അതേപോലെ ഈ ബൗളൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, കളേഴ്സ് ബൗളുകളൊക്കെ വാങ്ങുകയും ചെയ്യാം, നമുക്ക് വേറൊരു കാര്യത്തിന് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അങ്ങനെ അത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു ഡ്രീം കേക്ക് ആയിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ താഴെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് ചോക്ലേറ്റ് മൂസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് ലെവലാക്കിയിട്ട് ബാക്കി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു. പിന്നെയുണ്ട് കേട്ടോ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഹസൽനട്ടാണ്, വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് റെഡിയാക്കി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമുക്കുണ്ടായിരുന്നത് വേറൊരു കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സൊക്കെ കൂട്ടി കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇത് സാധാ വാനില കേക്ക് ആയിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല, സാധാ ഷുഗർ സിറപ്പ് ക്രീം അത് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ വാനില കേക്കിന്. അത് ഫ്രോസ്റ്റ് ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണെന്നു കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂ കളറും
പിങ്ക് കളറുമാണ് ആഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ കഷ്ടകാലത്ത് ഇത് പറയാം, ബ്ലൂ കളർ വാങ്ങാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒന്നായിട്ട് കളർ കുറച്ച് ദിവസം മുന്നേ ഒരുപാട് കളേഴ്സ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലൂ കളർ കിട്ടിയില്ല. അങ്ങനെ ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേവി ബ്ലൂ കളറും പ്ലസ് ടർക്കിഷ് കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ കിട്ടിയത് കേട്ടോ. പിന്നെ അത് ഇതേപോലെ ഡിസൈൻ ചെയ്ത് മുകളിൽ കുറച്ച് ഷുഗർ പേൾസും വൈറ്റ് കളറിൽ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു, അതും കൂടെ ഇട്ടുകൊടുത്ത് അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഇപ്രാവശ്യം ഈ കേക്കൊക്കെ എടുത്തിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടാട്ടോ ചെയ്തത്. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത ഓർഡറുമാണ്. പിന്നെ അവരത്രയും പറഞ്ഞൊരു ഓർഡർ ആയിരുന്നു. പിന്നെ ഉമ്മ കിടക്കുമ്പോൾ നമുക്ക് ഉമ്മയ്ക്കുള്ള ഫുഡ് നമുക്ക് സെപ്പറേറ്റ് നോക്കണം. ടൈം കുറവായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉമ്മൻ്റെ കാര്യം. പക്ഷെ അതും നോക്കി നടത്തുകയും ആത്താൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ഒരു വിധം റിസ്ക് എടുത്തും കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ആ സമയത്ത് ഏറ്റെടുക്കൂലായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഇതൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിനുള്ള സഹായിച്ച പോലെ നല്ല രീതിയിൽ തന്നെ നടന്നു പോയി. പിന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ടോപ്പർ എടുത്ത് മാറ്റിയിട്ട് അത് സാധാരണ നോർമൽ ബോക്സിൽ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തു കേട്ടോ. ബോക്സിൽ ടോപ്പർ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ ബോക്സിൽ പോകുന്നുണ്ടെങ്കിൽ ടോപ്പർ നമുക്ക് അതിൻ്റെ താഴെയുള്ള ക്രീമൊക്കെ ക്ലീൻ ആക്കി കൊടുത്ത ശേഷം മുകളിൽ ടോപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഡെലിവറി ചെയ്യുന്ന അവസ്ഥ എനിക്കേ അറിയുള്ളൂ. റബ്ബേ, രാവിലെ ബാപ്പുവിന് കോളേജിൽ പോകണം. അപ്പം അവൻ പോകുമ്പോഴേക്ക് ഇത് റെഡി ആക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് വേറെ ഉള്ളവർക്ക് ഉണ്ടാക്കണം. ആകെ കൂടൊരു തിരക്കായിരുന്നു ഈ സമയത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ടോപ്പർ മറന്നു, അതെടുത്ത് ഞാൻ ഓടി അങ്ങോട്ട്. അങ്ങനെ ഒരുപാട് തിരക്ക് വെച്ചിട്ട് ഈ ഒരു കേക്ക് ഡെലിവറി. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അത് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സ്പഞ്ച് കേക്കൊക്കെ റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എയർ ടൈറ്റ് ബൗളിൽ 4 ദിവസമൊക്കെ വെക്കാം. പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. പക്ഷേ എയർ ടൈറ്റ് ബൗളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ ഫ്രഷ്നെസ് കിട്ടുമല്ലോ. അങ്ങനെ തലേ ദിവസം ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്ത ഈ ഒരു കേക്ക് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് ഫ്രോസ്റ്റ് ചെയ്തു. അതിനുള്ളിൽ ഞാൻ കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും കട്ട് ചെയ്താണ് ആഡ് ചെയ്യാറ്. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ടിന്നിൽ കിട്ടുന്ന ചെറീസായിരുന്നു. അതാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിങ്ങനെ പെട്ടെന്ന് കേട് തന്നെ, എപ്പോഴും ഡെയിലി നമുക്ക് ഈ ഷോപ്പിലുള്ള പോലെ ഓർഡർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതിങ്ങനെ പെട്ടെന്ന് കേട് വരുന്ന കാരണം അത് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ നോർമൽ ചെറീസാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ അത് ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു നൈഫ് എടുത്തത് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തു. ഈ ഒരു ഡിസൈൻ എപ്പോഴും ലുക്കാണ്, പെട്ടെന്ന് തന്നെ വെറുക്കും നമ്മളത് കഴിയും. തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഈ സൈഡിലൊക്കെ ഇതേപോലെ നേരത്തെ നമ്മൾ കഴിഞ്ഞ കേക്കിൽ ചെയ്തിരുന്നില്ലേ, ആ ഒരു ഡിസൈനിൽ തന്നെ ഇങ്ങനെ സൈഡിലായിട്ടാണ് കൊടുത്തത്. അതിൻ്റെ ഇടയിലായിട്ട് ഗോൾഡ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തു. പിന്നെ ഗോൾഡ് കളറിലുള്ള പേളും കൂടെ വെച്ചു കൊടുത്തു. ടോട്ടലായിട്ട് മുകളിൽ കുറച്ച് വൈറ്റ് പേൾസും ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഫോണ്ടൻ്റ് നെയിം എഴുതി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടോട്ടലായിട്ട് സിൽവർ കളറിലുള്ള സ്പ്രേ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഒന്നും കൂടെ ഷോ തോന്നും. ഫോട്ടോയിനേക്കാളും ലുക്ക് ശരിക്കും കാണുമ്പോഴായിരുന്നു ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ, ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ. ഇതവർ പറഞ്ഞല്ല, പക്ഷെ ഞാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെയല്ല, ചില കേക്കിനൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിനൊന്നും ഭംഗി കൂട്ടിയേ തീരുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അതിനൊന്നും റേറ്റൊന്നും വാങ്ങാറില്ല. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, തലേന്ന് നമ്മൾ ഷുഗർ പെൽസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ടോ ഒന്ന് മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഡെലിവറി ചെയ്യണ സമയത്താട്ടോ ഇപ്പം അത് ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ അത് ഞാൻ മറന്നിട്ടായിരുന്നു ഇന്നലെ അത് ഷുഗർ പേൾസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോ പോയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ വൈറ്റ് ഷുഗർ പേൾസ് ഇട്ട് കൊടുത്ത് പിന്നെ അത് പാക്കൊക്കെ ചെയ്തു നമ്മൾ ഡെലിവറിക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു 1/2 kg ഡ്രീം കേക്കാണ്. ഈ ഡ്രീം കേക്ക് ഇതിൻ്റെ മുന്നേ അവർ ഓർഡർ ചെയ്തിട്ട് പിന്നെയും വീണ്ടും ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രീം കേക്ക്. അപ്പോൾ അത് ഈ ഒരു പാക്കിങ് അവർ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ എക്സ്ട്രാ റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അത് ഇതേപോലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ എമൗണ്ടിൽ വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലർ കമൻറ്റിൽ നമ്മൾ കാണാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് വേറെയാണ് ബിസിനസ് വേറെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അത്രയും ഒരു കസ്റ്റമർ ഉണ്ടാവുമല്ലോ. അപ്പോൾ
നമുക്കൊരു എക്സ്ട്രാ ഒരു ഓവർ നഷ്ടം വരാനുള്ള അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളൊരു വിട്ടുവീഴ്ച കൊടുക്കുന്നത് എനിക്ക് നല്ലതായി തോന്നുന്നു. നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സുള്ള ആയിട്ട് നമ്മൾ എന്തെങ്കിലും വർക്കിന് ചെല്ലുമ്പോൾ നമ്മൾ ക്യാഷ് കുറക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരണം പറയില്ല, അപ്പോൾ അവർ ചെയ്തു തരില്ല. അതേപോലെ വിചാരിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി 1 വീക്കിൻ്റെ തിരക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് എടുത്തൊരു വോയിസ് ഓവർ ആണ്, അപ്പോൾ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.